ഇബാദത്ത് സഹിഹായി മാറണമെന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട് നാം ചെയ്യുന്നതായ അമലുകൾ ചെയ്യുന്ന വേളയിൽ അതിൽ വസ്വാസില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അത് നമസ്കാരത്തിൽ വരെ പ്രത്യേക ഇബ്ലീസ്, പ്രത്യേക പിശാച് നമ്മുടെ നമസ്കാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് എന്നും അങ്ങനെയുള്ള പൈശാചിക ഓർമ്മകളോ ചിന്താഗതികളോ നമസ്കാരത്തിൽ ഉടലെടുത്തിട്ട് അത് വസ്വാസായി മാറിയിട്ട് അതിലൂടെ നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ നമസ്കാര മധ്യേ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് പറയാതെ രൂപത്തിലോ ഇടത് ഭാഗത്തിലേക്ക് ഥു എന്ന് കളയാൻ വേണ്ടി പഠിപ്പിച്ച ഹദീസും ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ്? പൈശാചിക ശല്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, പിശാചിന്റെ ശല്യത്തിൽ നിന്നിട്ട് അള്ളാഹുവിനോട് മാഫി ചോദിക്കാൻ വേണ്ടി. പൈശാചിക ശല്യം നിങ്ങൾക്ക് നേരിടുന്ന സന്ദർഭത്തിൽ അത് നസ്ഖ് എന്ന് അവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിഗ്നൽ കിട്ടൽ മാത്രമാണ്, ചെറിയൊരു തള്ളല് പോലെ, ഒരു ഉന്തല് പോലെ തോന്നൽ മാത്രമാണ്. ആ നസ്ഖ് ചിലപ്പോൾ ഭൗതികമായ വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഹൃദയത്തിന് തട്ടലാണ്. എന്ത്? അത് നോക്കാൻ, അത് കാണാൻ, അത് ചെയ്യാൻ, അത് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ ഉസ്വാസ് വേറെ രൂപത്തിൽ നാം ചെയ്യുന്ന അമലു സാലിഹാത്തിൽ ലോകമാന്യം കടന്നുകൂടാൻ, ഇതൊക്കെ നസ്ഖ് ശൈത്താനിൽ പെട്ടതാണ്. ഉടനെ തന്നെ താഖീബിന്റെ ഫ എന്ന് അറബിക്ക് ഗ്രാമറിൽ പറയും. ഈ അഥവാ ഉടനെ എന്ന അർത്ഥം കുറിക്കുന്നതാണ്. നമുക്ക് എപ്പോഴെങ്കിലും പൈശാചിക ശല്യത്തിലൂടെ അപകടത്തിലേക്ക് നമ്മെ നമസ്കാരത്തെ നഷ്ടപ്പെടുത്താൻ, സൽക്കർമ്മങ്ങളെ നഷ്ടപ്പെടുത്താൻ, ഏത് അമലിനെ നഷ്ടപ്പെടുത്താൻ, നാം ചെയ്യുന്നതായ സദഖയെ നഷ്ടപ്പെടുത്താൻ പൈശാചിക ശല്യം നമ്മെ വസ്വാസ് നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടി പരിശ്രമിക്കുന്ന വേളയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഉടനെ തന്നെ ഒച്ചത്തിലങ്ങട്ട് പറയുക. അവൻ ഓടും, അവിടുന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുകയും ചെയ്യും എന്നത് ഖുർആൻ പഠിപ്പിച്ച ശൈലിയാണ്. അത് തന്നെ റസൂലുള്ളാഹിയും നമസ്കാരത്തിൽ പഠിപ്പിക്കുന്നു. വന്നാൽ അതുപോലെ ഏത് സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ് പൈശാചിക ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ മാർഗങ്ങൾ. അപ്പോൾ ഇത് എന്തിലൂടെ വരുന്നു? നമ്മുടെ അമലു സാലിഹാത്തിൽ നമുക്ക് കൂടുതൽ ഭക്തി ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിലോ നന്നായി ചെയ്യണമെന്ന ഉദ്ദേശത്തിലോ നാം ആ ഉദ്ദേശം പുലർത്തിയും കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ളതായ പരിശ്രമമാണ് പിശാചിന്റെ. പിശാച് നമ്മുടെ ശത്രുവാണെന്ന് അല്ലാഹു പറഞ്ഞതാണ് ഖുർആനിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടപ്പുറപ്പായിട്ട് എപ്പോഴും പ്രത്യേകിച്ച് അമലു സാലിഹാത്തുകൾ ചെയ്യുന്നത് അവന് കണ്ടുകൂടാ. അതുകൊണ്ട് അവൻ ഏത് നിലക്ക് അതിനെ ഫസാദാക്കാൻ സാധിക്കുമോ ആ നിലക്ക് ഫസാദാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നുകൊണ്ട് ഇരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും പ്രത്യേകിച്ച് നിസ്കാരം ആരംഭിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉൾക്കൊണ്ട് പറയണം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ടൗണിൽ പള്ളിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാതെ നാം ഒരു യന്ത്രമായി മാറാൻ പാടുള്ളതല്ല. യന്ത്രം സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം പോലെയാവാൻ പാടുള്ളതല്ല. അല്ല, മറിച്ച് നാം ശരിക്ക് ബോധപൂർവം ഞാൻ എന്ത് പറയുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥം മനസ്സിലാക്കണം. ചുരുങ്ങിയാൽ ഫോറയിലൊക്കെ വന്നില്ലേ, ഗൾഫ് രാഷ്ട്രത്തിലേക്ക് എത്തിയില്ലേ, സൗദി അറേബ്യയിലൊക്കെ താമസിക്കല്ലേ, നാം ചെല്ലുന്ന നമസ്കാരത്തിൽ ചെല്ലുന്ന വാക്കുകളുടെ അർത്ഥമെങ്കിലും നമുക്ക് പഠിക്കാനുള്ള നിർബന്ധം ഉണ്ടായിക്കൂടെ? അതിനു വേണ്ടിയിട്ട് ഇത് ട്യൂഷൻ ആണെങ്കിൽ ട്യൂഷൻ, ക്ലാസ് ആണെങ്കിൽ ക്ലാസ്, പണ്ഡിതന്മാരെ സമീപിക്കലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ CD വാങ്ങലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓഡിയോയിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബുക്സുകളിലൂടെയാണെങ്കിൽ അങ്ങനെ, എന്തെല്ലാം മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ ഭാഷ പഠിക്കാൻ. ഭാഷ മൊത്തത്തിൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഈ നിർബന്ധമായി നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാവാൻ ആവശ്യമുള്ള ആ ഭാഗങ്ങളെങ്കിലും പഠിച്ചൂടെ? അള്ളാഹുവിന്റെ അടുക്കൽ നാം ഇത്ര പാടുപെട്ട് കഷ്ടപ്പെട്ട് ഒതുപിടിച്ച് പള്ളിയിലേക്ക് ചെന്ന് 5 വക്ത് നമസ്കാരം നമസ്കരിച്ച് 60 കൊല്ലം 50 കൊല്ലം 40 കൊല്ലം നമസ്കരിച്ചു കൂട്ടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ സ്ത്രീകളും മനക്കെട്ട് ബുദ്ധിമുട്ടി ജോലികളും എല്ലാം ഒഴിവാക്കി നിർത്തിവെച്ച് നമസ്കാര വേളയിൽ ഒതുപിടിച്ച് നമസ്കരിച്ച് വർഷങ്ങൾ ദശവർഷങ്ങൾ ഇതിന് ഫലം കിട്ടൂല, അല്ലെങ്കിൽ ഫലം കിട്ടുന്ന രൂപത്തിലായില്ല എന്ന് വെക്കുകയാണെങ്കിൽ കഷ്ടമല്ലേ, ദുഃഖമല്ലേ, ഖേദമല്ലേ, യാ ഹസറത്താ എന്ന് പരലോകത്തിൽ പറയുന്ന ഇനത്തിൽ പെട്ടുപോവുകയില്ലേ? ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്കൊക്കെ എത്രമാത്രം പരിശ്രമം, എത്രമാത്രം നിർബന്ധം അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നതിലുണ്ടെങ്കിൽ നമുക്ക് എന്നെന്നും കാലകാലം നൂറ്റാണ്ടുകളല്ല കോടാന കൂടി അറ്റമില്ലാ വർഷങ്ങൾ ആസ്വദിക്കേണ്ട ലോകത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായിരിക്കണമെന്നത് പറഞ്ഞറിയിക്കണം.